ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെറിയൊരു യാത്ര ചെയ്യുവാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ലഗേജും പെറുക്കി നമ്മുടെ ട്രെയിൻ നൈറ്റ് 8:30 കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്നത് കണ്ടില്ലേ, മുന്തിരിയാണ് കഴിക്കുന്നത്. ആക്ച്വലി ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അവർ ഇരുന്ന ഇരിപ്പിൽ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അത് കംപ്ലീറ്റ് കാലിയാക്കി. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് വത്തക്കയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവർ അവിടുന്ന് തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മുടെ സീറ്റൊന്നും നമുക്ക് ട്രെയിനിൽ സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലോക്കലിലാണ് കയറിയത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വലിയ റഷ് ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും അവർക്ക് അമ്മനും എമിനും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ലഗേജ് വെക്കുന്ന സ്പേസിൽ അവരെ കൊണ്ട് ഇരുത്തി. പിന്നെ ഈ ട്രെയിനിലെ യാത്ര അവര് സെക്കൻഡ് ടൈമാണ് കേട്ടോ. അതിനു മുമ്പേ നമ്മൾ ഇതേപോലെ ചെറിയൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ നിന്നും കോഴിക്കോട് നിന്നും പാലക്കാടേക്കാണ്. പാലക്കാടിൽ നിന്നാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഇതിനു വേണ്ടി നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോ വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മനും എമിനും കുറേ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അവിടെ എത്താൻ നേരത്താണ് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയത് കേട്ടോ. പിന്നെ ടൈം പോകാൻ നല്ല പണിയായിരുന്നു. അങ്ങനെ ഇരുന്ന് അത്യാവശ്യം ബോറടിച്ചു. പിന്നെ ഇത് എവിടെ സ്പേസ് തരാൻ ഓർമ്മയില്ല. അത്യാവശ്യം വണ്ടി നിർത്തിയിട്ടപ്പോൾ അതൊക്കെ പുറത്ത് നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചു. ഞങ്ങളുടെ അടുത്ത് വേണമെന്ന് ചോദിച്ചു. പക്ഷെ എന്താണെന്നറിയില്ല, ട്രെയിനിലെ ചായ കാപ്പിയൊക്കെ കുടിക്കാൻ എനിക്ക് ഇച്ചിരി മടിയാണ് കേട്ടോ. ഞാൻ കുടിച്ചിട്ടില്ല. കുട്ടികൾക്കും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. എന്താണെന്നറിയില്ല, ചിലപ്പോൾ എല്ലാവർക്കും അത് ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ചില ആൾക്കാർ അധികം ആൾക്കാർ വാങ്ങുന്നത് കാണാം. എനിക്കെന്തോ എനിക്കിഷ്ടമില്ല. എന്താ നിങ്ങൾ അങ്ങനെ വാങ്ങി കഴിക്കാറുണ്ടോ? ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. എനിക്കും വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായപ്പോഴേക്കും ഒരുവിധ ആൾക്കാർ മൊത്തം അതിൽ ഏകദേശം ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ ഇത്. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ കാലിയായപ്പോൾ അമ്മനും എമിനും മാത്രമുള്ള ടൈമായിരുന്നു. ഈ കാണിക്കുന്ന ഗോസ്റ്റ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 8 ഇയേഴ്സോളായിട്ടോ. അതായത് അമ്മന്റെയും എമിന്റെയും ഒരു ഏജാണ്. അവർ ജനിച്ചപ്പം തൊട്ടുള്ള നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങളിൽ നമുക്കത് പോവാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഇന്നാണത് പോവാനുള്ളൊരു ടൈം ഉണ്ടായത്. മീൻസ് എന്താ പറയാ, വിധി എന്നൊക്കെ പറയല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ സെക്കൻഡ് വ്ലോഗ് വരുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒറ്റ പാട്ടിൽ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞാൻ എവിടേക്കാണ് പോയതെന്ന് ഈ വീഡിയോയിൽ അറിയാൻ പറ്റും. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.